ഇന്ന് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് ഇഷ്ടംപോലെ കിടക്കുന്ന ഒരു സാധനത്തെക്കുറിച്ച് പറയാം. ഇതിന് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പേരുകളുള്ള ഒരു സാധനമാണ്. ഞൊട്ടാഞ്ചെടി എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. പല സ്ഥലങ്ങളിൽ പല പേരാണ്. ഇംഗ്ലീഷിലാണെങ്കിൽ ഇഷ്ടംപോലെ പേരുണ്ട് ഇതിന്. പിച്ചു ബെറി, ഗോൾഡൻ ബെറി, ഗോൾഡ് ബെറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുണ്ട്. കേപ്പ് ഗൂസ്ബെറി എന്നാണ് സാധാരണ അതിൽ പറയുന്നത്. അപ്പോൾ ഇത് പഴുത്താലേ കഴിക്കാനുള്ള, പഴുക്കാണ്ട് പച്ചയായിട്ട് ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പോയ്സണാണ്. ഇതിൻ്റെ ഇലകൾ പശുവൊക്കെ തിന്നാൽ പശുവൊക്കെ ചത്തുപോകും. അതുകൊണ്ട് അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് പഴുത്തിട്ടില്ല, ചിലത് പഴുത്തത് നമ്മൾ കണ്ടോ നല്ല യെല്ലോ കളറിൽ ഇതുവരെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്കിത് കഴിക്കാം. എല്ലായിടത്തും കൊണ്ടാകുന്നതാണ്. പഴുത്ത സാധനം കഴിക്കാവുള്ളൂ. ഇതിൻ്റെ ഒരു സീഡ് ഡിസ്പോസ് ചെയ്യുന്ന രീതി ഭയങ്കര രസമാണ്. നമ്മൾ കണ്ടോ ഇതിൻ്റെ ഈ ചെറിയ ഇതുപോലെ ഉണ്ടായി വരും. അതിൻ്റെ കവർ കണ്ടോ, ആ ലാൻഡൻ പോലത്തെ സാധനം. ഈ ഒരു സാധനം ഇങ്ങനെ ഇതിങ്ങനെ കിടക്കും. സീഡ് മാത്രം, അതായത് ഫ്രൂട്ട് ഇങ്ങനെ അലിഞ്ഞു പോയിട്ട് സീഡ് മാത്രം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കും. എന്നിട്ട് ഇതിങ്ങനെ ആവശ്യത്തോടെ പറന്നു പോയി എല്ലായിടത്തും പോയി ഇത് ഡിസ്പോസ് ആവും. എന്തൊരു നല്ല ടാക്റ്റിക്കാന്ന് നോക്കിയാൽ അല്ലേ. അപ്പോൾ ഏതായാലും നമുക്ക് കേപ്പ് ഗൂസ്ബെറി ഒന്ന് കഴിച്ച് നോക്കാം. നമ്മുടെ നാട്ടിലെ ഞൊട്ടാഞ്ഞെടി നല്ല ടേസ്റ്റ് കേട്ടോ. നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്.